നമുക്ക് ആദ്യം ന്യൂസ് അജണ്ടയിലേക്ക് എന്തൊക്കെയാണ് ന്യൂസ് എന്നുള്ളത്. എന്തായാലും ഒരു 10 മണി മുതൽ 12 മണി വരെയുള്ള ന്യൂസ് അജണ്ട ഏറെക്കുറെ വെടിഞ്ഞത്ത് സെറ്റാണ്. പക്ഷെ അത് മാത്രം പോരല്ലോ, മറ്റിടങ്ങളിൽ എന്തൊക്കെയാണുള്ളത്, ആരൊക്കെയാണ് ചേരുന്നതെന്ന് നോക്കാം. ഒരേ സമയം തന്നെ ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്നുണ്ട്, രേഷ്മ കൊച്ചിയിൽ നിന്ന് ചേരുന്നു, ആനന്ദ് പുത്തൂർ കോഴിക്കോട്ടെ, അതായത് കോഴിക്കോട് റീജിയൻ, നമ്മൾ കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചിയിലെ മാത്രമല്ല കൊച്ചി മേഖലയിലെ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു അജണ്ടയും ആരും ചേരുന്നില്ല, കാരണം എന്റെ ടീം വിഴിഞ്ഞത്താണ്. അതെ, അപ്പോൾ ഗൗതമിലേക്ക് ഒന്ന് പോയി വരാം. ഗൗതം അനന്തനാരായണൻ, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്താണ് ഡൽഹി ന്യൂസ് അജണ്ട? ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഡൽഹി റീജിയൻ്റെ അജണ്ടകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഇന്നിപ്പോൾ വിധി പ്രസ്താവം നടത്താൻ പോവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ED അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് വിവിധ കോടതികളെ സമീപിക്കുകയും കീഴ്ക്കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിലെത്തിയിരുന്നു. ED ഈ മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിൻ്റെ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് അന്തിമ തീരുമാനം വ്യക്തമാക്കാൻ പോകുന്നത്. ഒപ്പം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസും ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത പ്രചാരക് ബൈഠക്കിന് ഇന്നിപ്പോൾ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ തുടക്കമാവുകയാണ്. 3 ദിവസത്തെ യോഗമാണ് നടക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാർ വിഭാഗ് ദത്താത്രേയ ഹൊസബളയും ഉൾപ്പെടെ അഖില ഭാരതീയ തലത്തിലുള്ള പ്രചാരകന്മാരും അതോടൊപ്പം തന്നെ പ്രാന്തീയ അടിസ്ഥാനത്തിലുള്ള ചുമതലകൾ വഹിക്കുന്ന പ്രചാരകന്മാരുടെയും ഒരു യോഗമാണ് 3 ദിവസത്തേക്ക് റാഞ്ചിയിൽ നടക്കാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ ഇന്നിപ്പോൾ നേപ്പാൾ ജനറൽ അസംബ്ലിയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. നിലവിൽ അധികാരത്തിലിരിക്കുന്ന പ്രചണ്ഡയ്ക്ക്, പുഷ്പകമൽ ദാൽ അതല്ലെങ്കിൽ പ്രചണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ദാലിന് ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പ് ഏറെ നിർണായകമാണ്. 20 മാസത്തിനിടയിൽ ഇദ്ദേഹം ഇത് 5ാം തവണയാണ് വിശ്വാസ വോട്ടെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ ഈ തവണ ഈ പ്രചണ്ഡ പരാജയപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ നേപ്പാളി കോൺഗ്രസും അതോടൊപ്പം തന്നെ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തന്നെ ഒരു വിഭാഗം പാർട്ടികൾ ഇപ്പോൾ ഈ മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള പ്രചണ്ഡയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇന്ന് അവിടെ നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പും നേപ്പാൾ ജനറൽ അസംബ്ലിയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ നമ്മുടെ ഔദ്യോഗികമായ ഹൈക്കോടതി റിപ്പോർട്ടർ കൂടിയാണ്. കാരണം ഹൈക്കോടതിയിൽ എന്ത് നടന്നാലും രേഷ്മ അപ്പോൾ തന്നെ നമ്മുടെ ജനം ടിവിയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കും. രേഷ്മയിലേക്ക്, രേഷ്മ ഇന്ന് എന്താണ് അവിടുത്തെ ന്യൂസ് അജണ്ട? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊന്ന്, ഈ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ വഴി സുരേഷ് ഗോപി നികുതി വെട്ടിച്ചു എന്നുള്ള ഒരു കേസിൽ നേരത്തെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി വിടുതൽ ഹർജി തള്ളിയിരുന്നു. ഈ വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി ഹൈക്കോടതി മുൻപാകെ അപ്പീൽ നൽകിയിരുന്നു. ഇത് സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എന്നാലും നേരത്തെ വിടുതൽ ഹർജി തള്ളിയ സമയത്ത് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത് നടൻ വിചാരണ നടപടികൾ നേരിടണമെന്നുള്ളതായിരുന്നു. എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുരേഷ് ഗോപി നിലവിൽ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ അപ്പീലിന്മേലുള്ള നടപടികളായിരിക്കും ഇന്ന് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് മറ്റൊരു വിഷയം കൂടി പരിഗണിക്കുന്നുണ്ട്. അതായത് വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ചുള്ള വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സർക്കാർ ഉദ്യോഗസ്ഥർ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നതിലും അനധികൃതമായിട്ട് തങ്ങളുടെ വാഹനങ്ങളിൽ സർക്കാരിന്റെ ബോർഡ് ഉപയോഗിക്കുന്നതിലും ഹൈക്കോടതി നിശ്ചിത ഭാഷയിലായിരുന്നു വിമർശിച്ചിരുന്നത്. ആകാശ് തില്ലങ്കേരി നിയമവിരുദ്ധമായിട്ട് വാഹനം ഓടിച്ച സംഭവത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചിരുന്നു. ആകാശ് തില്ലങ്കേരിയുടെ വാഹനം പിടിച്ചെടുത്തതായിട്ടാണ് നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി മുൻപാകെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ജീപ്പിന്റെ ഫോട്ടോയും മറ്റ് വിശദാംശങ്ങളും ഇന്ന് തന്നെ ഹാജരാക്കാമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതടക്കം പരിശോധിച്ചുകൊണ്ടുള്ള മറ്റ് നടപടികളിലേക്കായിരിക്കും ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ വാഹന രൂപമാറ്റം സംബന്ധിച്ചുള്ള വിഷയങ്ങളിന്മേൽ സ്വീകരിക്കുക. മറ്റൊന്ന്, കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. നമുക്കറിയാം, കരുവന്നൂർ കള്ളപ്പണ കേസിൽ ED സ്വത്ത് വകകൾ കണ്ടുകെട്ടിയിരുന്നു. ഈ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയതിലൂടെ പണം തങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപകർ PMLA കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജി PMLA കോടതി ഓഗസ്റ്റ് 12-ന്
വീണ്ടും പരിഗണിക്കും. അതിന്റെ ഉത്തരവ് വൈകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതി ഈ ED പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകണമെന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിക്ഷേപകരുടെ ഹർജിയിന്മേലുള്ള നടപടികൾ ഒരുപക്ഷെ വൈകുന്നത്. എന്തായാലും നിലവിൽ ഈ ഹർജി നിക്ഷേപകരുടെ ഹർജി PMLA കോടതി ഓഗസ്റ്റ് 12 മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊച്ചിക്ക് പുറമെ ആലപ്പുഴ, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേവിക. ശരി രേഷ്മ, ഇതിന്റെ വിശദാംശങ്ങൾ പ്രത്യേകിച്ചും കരുവന്നൂർ കേസിന്റെ ഡെവലപ്മെന്റ്സ് അറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. കാര്യം മോദീസ് ഗ്യാരണ്ടി എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ സംശയിച്ചവരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരുടെയും പണം തിരികെ എത്തുമെന്ന്. ഇനി അതിന്റെ ബാക്കി എന്നോണം സുരേഷ് ഗോപി അവിടെ വൻ വിജയവും നേടിയിട്ടുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടർ നടപടികൾ. നമുക്ക് ആനന്ദ് പുത്തൂരിലേക്ക് ഒന്ന് പോയി വരാം. കോഴിക്കോട് മേഖലയിലെ വിശേഷങ്ങൾ ഒന്നും പറയാതെ തന്നെ അറിയാം പെരുമഴയാണെന്നാണ്. അല്ലെങ്കിൽ ആനന്ദ് പുത്തൂർ കോഴിക്കോട് മാത്രം വിശേഷങ്ങൾ അറിഞ്ഞാൽ പോരാ, മലബാർ മേഖലയിലെ തന്നെ വിശേഷങ്ങൾ അറിയാനുണ്ട്. ആഹാ, ഒരു പുഞ്ചിരി വന്നു അവസാനം ആനന്ദിന്റെ മുഖത്ത്. ഗുഡ് മോർണിംഗ്, നമസ്തേ ആനന്ദ്. എന്താണ്, പെരുമഴയാണോ അതോ വാർത്തയുടെ പെരുമഴയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രദീപ്. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് പെരുമഴയാണ്. ഇപ്പോൾ അല്പം തോർച്ചയുണ്ട്. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം PSC അംഗത്വ കോഴവാദം തന്നെയാണ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ആരോപണ വിധേയനായ CPM ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളി ജില്ലാ സമിതി കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ ദിവസം മീറ്റിംഗിനായി പോയിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ കൂടുതൽ തെളിവുകൾ, അതായത് ഇയാൾ കോഴ വാങ്ങിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പാർട്ടിക്കടക്കം ലഭിച്ചു എന്നുള്ള ഒരു സൂചന വാർത്തകളുടെ രൂപത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും കൂടുതൽ പ്രതിപക്ഷം ഈ വിഷയത്തെ കൂടുതൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും കോഴിക്കോട് നിന്നുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏകദേശം 15,000-ഓളം ആളുകളാണ് പനി ബാധിച്ച് ജില്ലയിൽ ചികിത്സ നേടിയിട്ടുള്ളത്. മാത്രമല്ല ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങളുടെ എണ്ണവും പൊതുവെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി എത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മീറ്റിംഗുകൾ കൂടാനുള്ള ഒരു സാധ്യത മറ്റൊന്ന് കോഴിക്കോട്. പിന്നീട് 10:30 കൂടി തന്നെ കമ്മീഷണർ ഓഫ് പോലീസ് കോഴിക്കോട് ജില്ലയിൽ ഒരു പത്രമാധ്യമങ്ങളുടെ പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മലപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ +1 സീറ്റ് പ്രതിസന്ധിയാണ് പ്രധാനപ്പെട്ട വിഷയം. വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ പ്രതിഷേധങ്ങൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ ജനൻ TV ആദ്യമായി പുറത്തുവിട്ട വാർത്ത തന്നെയാണ് ആകാശ് തില്ലങ്കേരിയുടെ റോഡിലെ സുഖയാത്ര. അതുമായി ബന്ധപ്പെട്ട് വാഹനത്തിനെതിരെ നടപടിയെടുത്തിരുന്നെങ്കിലും ഇയാളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് MVD മെല്ലെ പോക്കാണെന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെ MVD അത്തരം നടപടികളിലേക്ക്, അതായത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള നടപടിയിലേക്ക് ഒരുപക്ഷെ കണ്ടുപോയേക്കാം. ഇതാണ് പ്രധാനമായും ഈ 3 ജില്ലകളിൽ നിന്നുള്ള വാർത്ത. എന്തായാലും കോഴിക്കോട് തീർച്ചയായും പ്രധാനപ്പെട്ട വാർത്ത ഈ PSC അംഗത്വ കോളം തന്നെയാണ്.